കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഇയ്യോബ് തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് താൻ രോഗിയായി തീർന്നു, തൻ്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു കഷ്ടത്തിലിരിക്കുമ്പോൾ യോബ് തന്നെ തൻ്റെ സ്നേഹിതന്മാരോട് തന്നെ തള്ളിപ്പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു കഷ്ടത്തിൽ യോബ് ആയിരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം യോബിനോട് സംസാരിക്കുന്നു. അങ്ങനെയുള്ള സംസാരങ്ങൾ നാം ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ നമുക്ക് വായിക്കാം. പക്ഷേ ഈ 42-ാമത്തെ അധ്യായത്തിൽ യഹോവയോട് യോബ് പറയുന്ന ഒരു വാക്യം ഇതാണ്: നിനക്ക് സകലവും കഴിയും, നിൻ്റെ ഉദ്ദേശ്യം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന്. അപ്പോൾ കർത്താവിന് സകലതും കഴിയും. കർത്താവ് ഉദ്ദേശിച്ചതൊന്നും അതൊന്നും സാധ്യമാകാതെ പോകുകയുമില്ല അറിയുന്നു. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ഈ യോബിനെ പോലെ തന്നെ നമുക്ക് വരുന്ന ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു നഷ്ടങ്ങളും കഷ്ടങ്ങളും നമുക്ക് അത് സഹിക്കുവാൻ കഴിയാതെ നാം ഇരിക്കുമ്പോഴും നാം ഒരു മനുഷ്യനോട് നാം കരഞ്ഞ് നമ്മുടെ കാലങ്ങളെ കഴിക്കാതെ യോബ് പറയുന്നത് പോലെ ദൈവത്തിന് സകലതും കഴിയും. ഈ ഭൂമിയെ ഉണ്ടാക്കിയത്, ആകാശത്തെ ഉണ്ടാക്കിയത്, മനുഷ്യനെ ഉണ്ടാക്കിയത്, സകല സസ്യജാതികളെയും സകല മൃഗങ്ങളെയും പറവകളെയും ഉണ്ടാക്കിയത് ദൈവമാണ്. അപ്പോൾ സകലതും ഉളവാകുവാൻ കാരണമായിരുന്ന ദൈവത്തിന്, നമ്മയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതാണ്. അപ്പോൾ അതൊക്കെ ദൈവത്തിന് സാധിച്ചു തരുവാൻ കഴിയും. പക്ഷേ നമ്മളിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അവൻ്റെ ഉദ്ദേശം ഉണ്ട്. അതേപോലെ യോബുവിനെ കുറിച്ച്, യോബുവിൻ്റെ ഒരു ജീവിതത്തിൽ ഈ കഷ്ടതകൾ വന്നു, പക്ഷേ ദൈവം അവൻ നിലനിൽക്കേണ്ട ഒരു കൃപ കൊടുത്തു. അത് ഇന്ന് നമ്മെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവർ ആ വചനം വായിച്ച് നിലനിന്ന് ക്രിസ്തുവിൽ നിലനിന്ന് സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടെ യോബുവിനെ ആ പാതയിൽ കൂടെ ദൈവം നടത്തി. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കർത്താവ് എന്തുകൊണ്ട് നമ്മെ ഈ കഷ്ടതയിൽ കൂടെ നടത്തുന്നു, അല്ലെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് നമുക്ക് ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു, എന്തുകൊണ്ട് ചില നാശനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു, അതൊക്കെ കർത്താവിന് ഒരു പ്ലാനുണ്ട്. അതിൽ കൂടെ കടത്തി വിട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മെ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് വേണ്ടിയുള്ളത് ചെയ്യുവാനും കർത്താവിൻ്റെ ഉദ്ദേശം ഒന്നും തടസ്സമില്ലാതെ നടക്കും. അത് ഒരിക്കലും അത് നടക്കാതെ പോവുകയില്ല. പ്രിയ ദൈവ പൈതലേ, ആയതുകൊണ്ട് നാം ഏതൊരു കണ്ടീഷനിലിരുന്നാലും ഈ യോബ് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തതുപോലെ, ദൈവത്തെ മഹത്വപ്പെടുത്തതുപോലെ നാമും ഈ ദിവസങ്ങളിൽ പറയേണ്ടതാണ്: കർത്താവിന് സകലം കഴിയും എന്ന് നാം ഇന്ന് വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ലോകത്തിനെ ജയിക്കുന്ന ജയവും നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് വെളിയിൽ വരേണ്ട ഒരു മുഖാന്തരമാണ്. കർത്താവ് അതിലേക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു വരുന്ന ഒരു കാര്യവും അങ്ങേ അറിയാതെ നടക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരുവാൻ, അങ്ങയുടെ ഉദ്ദേശം നിറവേറുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും കരുതലും കാവലും ഞങ്ങളോട് കൂടെ ഇരുന്ന അന്ത്യം വരെയും അങ്ങയുടെ രാജ്യത്തിൽ വരുന്നത് വരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം. നല്ല പിതാവേ, ആമേൻ.